നമ്മിന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ കോളേജിലേക്ക് പോയ കഥയാണ് കേട്ടോ. കാഞ്ഞങ്ങാടുത്ത് നമ്മളെ സ്വന്തം നെഹ്റു കോളേജിലാണ് കേട്ടോ ഞാൻ പഠിച്ചതും ഇപ്പൊ പഠിക്കുന്നതും. കേറിയാടന്നെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഇതാണ് കേട്ടോ നമ്മളെ സ്വന്തം മിനി ഓഡിറ്റോറിയം. പിന്നെ നമ്മൾ നേരെ പോയി നമ്മളെ രാജഭട്ടന്റെ ക്യാൻറ്റീനിലേക്കാന്നേ. ക്യാൻറ്റീൻ പോയിട്ട് നമ്മളെ ചൂട് പയമ്പൊരി ഒരു ചായയും കുടിച്ചിട്ടുണ്ടായിനെ. അങ്ങനെ ചായയെല്ലാം കുടിച്ച് നമ്മളെ വരാന്തയിൽ നേരെ നടന്നു കേട്ടാ. നമ്മളെ കോളേജ് മൊത്തത്തിൽ ഒരു പച്ചപ്പും ഹരിതാപിലും നിറഞ്ഞ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. പിന്നെ നേരെ പോയി നമ്മൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കേട്ടോ. നമ്മൾ ഡിപ്പാർട്ട്മെന്റിന്റെ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര കമ്പനിയാണേ. ഡിപ്പാർട്ട്മെന്റിൽ ആരെല്ലോ ഫോട്ടോയിലും തൂക്കിയിട്ടുണ്ടായി കേട്ടാ. ഇതാണ് കേട്ടോ നമ്മളെ PG ബ്ലോക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് നമ്മളെ ഗ്രൗണ്ടിലേക്കാണ്. ഒരുപാട് സ്റ്റേറ്റ് നാഷണൽ പ്ലേയേഴ്സ് എല്ലാം കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ് കേട്ടോ നമ്മളെ നെഹ്റു ഗ്രൗണ്ട്. ഈ സൈഡിൽ കാണുന്നതാണ് കേട്ടോ നമ്മൾ ഇൻഡോർ സ്റ്റേഡിയം. നമ്മളെ ബാസ്കറ്റ് ബോൾ കോർട്ട് വരുന്നത് അപ്പർ സൈഡായിട്ടാണ് കേട്ടോ. ഒരു ചെറിയ അക്യൂറിയം ഉണ്ട് കേട്ടോ നമ്മളെ കോളേജിൽ. ഇതാണ് കേട്ടോ നമ്മളെ താമരക്കുളം. പിന്നെ പോയത് നമ്മളെ യൂണിയൻ റൂമിലേക്കാണ് കേട്ടോ. ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ നമ്മളെ യൂണിയൻ റൂം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചങ്ങായി അഭിരാമിനെ കണ്ടിട്ടുണ്ടായിനെ. അപ്പത്തേക്ക് നമ്മളെ മൈച്ചിയും ധനുഷും വന്നിട്ടുണ്ടായി കേട്ടോ. പിന്നെ അവരെ കൂട്ടി നേരെ നമ്മളെ PT സാറിനെ കാണാൻ വേണ്ടി പോയിട്ടോ. ഇതാണ് നമ്മളെ സ്വന്തം സുധീഷ് സാറ്. സ്പോർട്സിന്റെ എല്ലാ കാര്യത്തിനും മാഷ് നല്ല സപ്പോർട്ടാണ്. ഈ ബേക്കിൽ കാണുന്നെല്ലാം മാഷ് വന്നതിന് ശേഷം കോളേജിൽ കിട്ടിയ സ്പോർട്സ് പരമായിട്ടുള്ള അച്ചീവ്മെന്റും കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നേരെ നമ്മൾ ധനുഷിന്റെ പുതിയ വണ്ടി നോക്കാൻ പോയിട്ടോ. ചെക്കൻ KTM അഡ്വഞ്ചർ XL എടുത്തിട്ടാണ് കേട്ടോ വന്നിനി കോളേജിലേക്ക്. വണ്ടിയിലെ നോക്കിക്കണ്ടതിന് ശേഷം ചെക്കനെയും കൂട്ടിച്ച് നേരെ ചെറിയ റൈഡ് പോയിട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് മേലെ ഇറങ്ങിട്ടോ. പിന്നെ നേരെ പോയത് മാണിക്കോത്ത് സ്പോർട്സ് ലൈനിലാണ് കേട്ടോ. കുറച്ച് JC കാര്യങ്ങൾ വാങ്ങിക്കാണ്ടതിനെ. അങ്ങനെ നേരെ അടുത്തേക്ക് വിട്ടു. അങ്ങനെ JC എടുക്കുമ്പോഴത്തേക്ക് പള്ള കത്തുന്ന വിശപ്പ് വന്നിട്ടുണ്ടായിനെ. പൈച്ചിട്ട് ഒന്നും കഴിയുന്നില്ലേറ്റാ. അപ്പം ഒന്നും നോക്കിയിട്ടാ നേരെ നമ്മളെ കാഞ്ഞങ്ങാടുത്തെ നന്ദൂസ് തട്ടുകടയിലേക്ക് വിട്ടു കേട്ടോ. അവിടെ എത്തി നല്ല ചൂട് ബിരിയാണി എല്ലാം കഴിച്ചിട്ട് മെല്ലെ വീട്ടിലേക്ക് വിട്ടു. അപ്പം നമ്മൾ നന്ദൂസ് തട്ടുകടയിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടാ.